വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരാവർത്തന വിരസമല്ലാത്ത എന്നാൽ മനുഷ്യന് നന്നായിട്ട് മനസ്സിലാകുന്ന ഒരുപാട് ഫ്യൂച്ചർ പദ്ധതി ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു സമ്പൂർണ്ണമായ ഒരു ബജറ്റ് ഇന്ന് നമ്മൾ കേരള ബജറ്റ്, അത് പുതുക്കിയ കേരള ബജറ്റ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർ ശങ്കറിന് ശേഷം ഒരു മുഖ്യമന്ത്രി പൂർണ്ണ സമയ ധനകാര്യമന്ത്രി എന്നുള്ളതിൽ അവതരിപ്പിച്ച ബജറ്റാണ്. നേരത്തെ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചെങ്കിലും അദ്ദേഹം അന്ന് മാനസാർ രാജിവെച്ച ആ ഒരു ഒഴിവിലാണ് മുഖ്യമന്ത്രി അന്ന് ധനകാര്യ വകുപ്പ് ഏറ്റെടുത്ത് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ ഇവിടെ ആർ ശങ്കറിന് ശേഷം മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ ബജറ്റായി ഇത് മാറുകയാണ്. എന്താണ് ആരാണ് വി ഡി സതീശൻ എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ബജറ്റ്. എന്തുകൊണ്ട് അദ്ദേഹം ധനകാര്യം കൈകാര്യം ചെയ്യും? കാരണം കേരളം തളർന്നു പോയ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. 10 വർഷം കൊണ്ട് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിച്ച് തകർന്ന് തരിപ്പണമാക്കിയ ഒരു സർക്കാരാണ് ഇറങ്ങിപ്പോയത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബജറ്റിന് ഒരു മാനുഷിക മുഖമുണ്ട്. മനുഷ്യത്വമുള്ള ബജറ്റാണിത്. എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള. നമുക്കറിയാം, പണ്ട് കയറ് വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പുച്ഛ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ എന്തോ നമ്മളെ ഒരു മൊത്തത്തിൽ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മണ്ടന്മാരാക്കാൻ വേണ്ടി നടത്തുന്ന എന്തോ ഒരു പ്രക്രിയയാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അവർ ബജറ്റ് അവതരിപ്പിക്കുമായിരുന്നത്. ഇതിനകത്ത് നമ്മൾ സാധാരണ ഈ ബജറ്റ് വരുമ്പോൾ എപ്പോഴും കാണാറുള്ള ഒരു വസ്തുത, നമ്മുടെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്ന രീതികൾ വളരെ വിചിത്രമായിരുന്നു. എവിടെ നിന്ന് കിട്ടും വരുമാനം? സത്യത്തിൽ ഇപ്പോൾ കേരളത്തിന് എവിടെ നിന്നാണ് വരുമാനം? കേരളത്തിൽ എന്ത് വരുമാനമാണുള്ളത്? എന്ത് വരുമാനമാണ് കിട്ടുക? അപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത് ടാക്സ് ആയിരുന്നു. അതായത് ലോട്ടറിയും മദ്യവും പിന്നീട് ഈ ഭൂനികുതി അല്ലാത്തുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഈ LDF സർക്കാരിൻ്റെ 2 ടേമിലെ ധൂർത്തിന് തികയുമായിരുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന്, സഹകരണ ബാങ്കുകളിൽ നിന്ന് എവിടെ നിന്നൊക്കെ പൈസ എടുത്തു മാറ്റാമോ അവിടെ നിന്നെല്ലാം പൈസ വാങ്ങി കൂട്ടി ചെലവഴിച്ചു. എന്താണ് നവകേരള യാത്രയ്ക്ക് ബസ്സേ കയറി പോകുന്നതിൻ്റെ ചിലവ്, അതുപോലെ ഇവരുടെ ധൂർത്തിന് വിദേശയാത്രയുടെ ചിലവ്, പിന്നെ ഇവരുടെ പാർട്ടിക്കാർക്കും ഇവർക്കും പിൻവാതിൽ നിയമനം നൽകിയതിൻ്റെ ചിലവ്. ഈ വിദേശയാത്രയുടെ ചിലവ് സത്യത്തിൽ ഈ സർക്കാർ അതിൻ്റെ മുഴുവൻ കണക്ക് എടുക്കണം. നമ്മൾ ഞാൻ തന്നെ വീഡിയോ ചെയ്തിരുന്നു. അതനുസരിച്ച് അതത് രാജ്യങ്ങളിലെ അംബാസഡർക്ക് റിക്വസ്റ്റ് കൊടുത്താൽ, വിവരാവകാശ പ്രകാരം കൊടുത്താൽ എൻ്റെ കണക്ക് കിട്ടുമെന്നാണ്. നമ്മൾ ഞെട്ടിപ്പോകുമെന്നാണ് ഒരു പ്രമുഖ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവർ ചിലവാക്കിയ വിദേശയാത്രയ്ക്ക്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം 8 സന്ദർശനം നടത്തിയതിൻ്റെ കണക്ക് 3/4 കോടിയാണ് എങ്കിൽ അത് മിക്കവാറും പ്ലെയിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ. ഇവർ ആഘോഷിച്ചതിൻ്റെ കണക്ക് വേറെ ഉണ്ട്. ആ കണക്കെടുക്കുകയാണെങ്കിൽ ആ കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം ഈ സർക്കാർ. എന്താണെങ്കിലും ഈ ബജറ്റ് വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം കേരളത്തിന് ഇതുവരെ നമ്മൾ ഉപയോഗിക്കാതെ കിടന്നിട്ടുള്ള മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, അത് ഇന്നിപ്പോൾ സ്വിച്ചിട്ടിട്ട് നാളെ കിട്ടുന്ന പോലല്ല, ദീർഘകാല പദ്ധതികളാണ്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് ഈ മാരിടൈം പദ്ധതിയാണ്. അതായത് സമുദ്ര അല്ലേ? അതെ. നമ്മുടെ കേരളത്തിൽ ഇത്രയധികം തുറമുഖങ്ങൾ നിർമ്മിക്കാനുള്ള തുറമുഖങ്ങളുണ്ട്. ഇനിയും സാധ്യതയുള്ള ഒരുപാട് തുറമുഖങ്ങളുണ്ട്. നമ്മൾ വിഴിഞ്ഞം തന്നെ ഇപ്പോൾ ഏതായാലും അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. എത്ര ലാഭത്തിലാണ് ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം ഒന്നും ആയിട്ടില്ല, പൂർണ്ണമായ തോതിലൊന്നും ആയിട്ടില്ല. അവിടെ വിഴിഞ്ഞം എന്നുള്ളത് ട്രാൻസിറ്റ് പോർട്ടായിട്ട് മാത്രമാണ് അത് നിൽക്കുന്നത്. ശരിക്കും ഇവിടേക്ക് ചരക്കുകൾ വരികയും ഇവിടെ നിന്ന് ചരക്കുകൾ കൊണ്ടുപോവുകയും ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് റോഡും റെയിലും വികസിക്കണം. എനിക്കൊന്ന് റോഡ് ഏതാണ്ടായെന്ന് തോന്നുന്നു. പ്രത്യേക സെപ്പറേറ്റ് ഹൈവേ ഉണ്ടെന്ന് തോന്നാം വിഴിഞ്ഞത്തേക്ക്. അപ്പൊ ട്രെയിനും കൂടെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് പൂർണ്ണ തോതിൽ ഈ റോഡും റെയിൽവേയും വികസിക്കണം. മാത്രമല്ല ഈ വിഴിഞ്ഞത്തേക്ക് ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലമെന്ന് പറയുന്നത് തമിഴ്നാട്, തിരുപ്പൂർ, അവരുടെ വ്യവസായ മേഖലകളിൽ, അതായത് തുണി നിർമ്മിക്കുന്ന തിരുപ്പൂർ പോലുള്ള സ്ഥലങ്ങൾ, അവിടെ നിന്ന് അവർക്കിപ്പോൾ തൂത്തുക്കുടിയിലോ അല്ലെങ്കിൽ അടുത്ത എവിടെയെങ്കിലും പോർട്ടിലേക്കോ പോകുന്ന ആ ഒരു സമയവും ലാഭിക്കാം, ഓട്ടത്തിൻ്റെ സമയവും ലാഭിക്കാം, ദൂരവും കുറവുണ്ട്. അങ്ങനെ വിഴിഞ്ഞത്തെ ഒരു വലിയ ഈ ട്രാൻസിറ്റ് ഹബ്ബ് എന്നുള്ള നിലയിൽ നിന്ന് മാറ്റിയിട്ട് ഇത് ചരക്കുകൾ ഇവിടെ ഇറക്കുകയും ഇവിടെ കൊണ്ടുവന്ന് കയറ്റുകയും ചെയ്യുന്ന തരത്തിലേക്ക് കണ്ടെയ്നർ ടെർമിനലും കൂടെ വരുമല്ലോ എന്തായാലും. അതാണ് വേണ്ടത്. അപ്പം അതിനൊപ്പം തന്നെ ഈ വിഴിഞ്ഞത്തിനൊപ്പം തന്നെ കേരളത്തിൻ്റെ തീരങ്ങളിൽ, അറബിക്കടലിൻ്റെ തീരങ്ങളിൽ നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ തക്കതായിട്ടുള്ള തുറമുഖങ്ങളുണ്ട്. ആലപ്പുഴ തുറമുഖം നമ്മൾ കേട്ടു. ഒരു കാലത്ത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം, അതെ, അറബിക്കടലിന്റെ റാണി എന്ന് പറഞ്ഞ കൊച്ചി. ഇപ്പം അതിനകത്ത് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ തുറമുഖ വികസനങ്ങൾ തന്നെയാണ്. ഈ തുറമുഖ വികസനങ്ങൾ ആ വികസനത്തിലൂടെ നമുക്ക് വിദേശ നാണയം നേടിയെടുക്കാം. അതുപോലൊപ്പം തന്നെ നമുക്ക് വരുമാനവും
ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. അതിനിപ്പോൾ ഇടതുപക്ഷം ഇന്ന് തന്നെ ഇറങ്ങും. എന്താണെന്നറിയാം, ഇതെല്ലാം അദാനിക്ക് വേണ്ടിയാണെന്ന് പറയും. അതായത് മിഷൻ സമുദ്ര എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. ഇനി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു സമുദ്രം കൂടി മാത്രമേ ഉള്ളൂ. കരിമണലൊക്കെ ആശാമാർ കൊണ്ടുപോയി ഈ സമുദ്രം, അതായത് കേരളത്തെ ഒരു തുറമുഖ നഗരം ആക്കി മാറ്റി റോഡ്, സമുദ്രം, ജലം, റോഡ്, റെയിൽവേ, ഉൾനാടൻ ഗതാഗതം ഇതെല്ലാം വർദ്ധിപ്പിച്ച് വലിയ ഒരു തൊഴിലവസരം ഉറപ്പാക്കി ഒപ്പം തീരദേശ ജനതയ്ക്ക് സംരക്ഷണവും നൽകിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു വരുമാന മാർഗമാണ്. ഇടതുപക്ഷം കേരളത്തിൽ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി ജനദ്രോഹ പരിപാടികളാണ് എല്ലാം. അതെ, ആളെ ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ആളെ ഉപദ്രവിച്ച് അവരെ പരമാവധി ചൂഷണം ചെയ്ത് അവരെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടുള്ള വികസനമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് വിദേശ അവതരിപ്പിച്ച ബഡ്ജറ്റ് അങ്ങനെയല്ല. നമ്മളിപ്പം വേറൊരു ആംഗിളിൽ ഇത് നോക്കിയാൽ മറ്റൊരു പോക്കം ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, അതാണ് ഒരു പ്രഖ്യാപനം. ഗ്ലോബ് വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഉദ്ദേശം. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമല്ലോ. നമ്മുടെ നാട്ടിൽ പഠിച്ച് വലിയ നിലയിലെത്തുന്ന ആൾ അവരെ ബുദ്ധി പിന്നീട് ഉപയോഗിക്കുന്ന വേറെ രാജ്യം വേണ്ടിയായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും അതുപോലെ ഇന്ത്യക്ക് വെളിയിലും ജോലി സാധ്യത കിട്ടത്തക്ക രീതിയിൽ ഉള്ള ഇപ്പം കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന ഒരു കോഴ്സ് പുതുതായിട്ട് വരാം. അത് UK പോലെ രാജ്യങ്ങളിലൊക്കെ പ്രയോജനം ചെയ്യും. അതില്ലാതെ കളർ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയ പലരും അവിടെ പിടിയിലുമായിട്ടുണ്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോയവർ. ഇപ്പോൾ ഈ കെയർ ഗീവർ എന്ന് പറയുന്ന കോഴ്സ് നമുക്കറിയാം, മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ളത് ഈ കെയർ ഗീവർ കോഴ്സുകളാണ്. ഈ കെയർ ഗീവർ കോഴ്സ് കേരളത്തിൽ പഠിപ്പിച്ചിട്ട് കേരളത്തിലും ഈ മാതൃകയിൽ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് അവർ പരിശോധിക്കാൻ പോകുന്നത്. അതുപോലെ ഈ പട്ടികജാതി, പട്ടികവർഗം, ആദിവാസി വിഭാഗങ്ങൾ ഇവർക്ക് ഇവരുടെ ഫണ്ട് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒന്നാണ് ഈ പട്ടികജാതി ക്ഷേമ വകുപ്പ്. നമ്മൾ എന്തോ പലരും വിചാരിക്കുന്ന അത്ര വലിയ വകുപ്പ്, പക്ഷേ ഇത് വലിയൊരു വകുപ്പാണ്, വലിയ തോതിൽ ഫണ്ട് വരുന്നൊരു വകുപ്പാണ്. ഇതിൻ്റെയൊക്കെ കാലാകാലങ്ങളിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന പലരും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടേണ്ട പൈസ കൂടി അടിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് സത്യം. അത് തടയുക എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഫണ്ട് വിനിയോഗം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടി പുതിയ സംവിധാനം കൊണ്ടുവരും തോന്നുന്നു ഈ പുതിയ ബഡ്ജറ്റിൽ. അതുപോലെ ഈ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പലവ്യഞ്ജനങ്ങൾ, അതുപോലെ മത്സ്യം, കൈത്തറി, ആയുർവേദം, അശുവണ്ടി, ഇതിനെല്ലാം ബ്രാൻഡ് കേരളം എന്നൊരു ബ്രാൻഡിങ് ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ട്. അതുപോലെ കേരള അർബൻ ഗ്രോത്ത് മിഷൻ വിവിധ പ്രദേശങ്ങളെ പരിസ്ഥിതി സൗഹൃദവുമായ ആഗോള മത്സരക്ഷമതയുള്ള നഗരങ്ങളാക്കി മാറ്റുക, അതാണ് ഒന്ന്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മൺമറഞ്ഞു പോയ കലാകാരന്മാരെ ആദരിക്കുന്ന ഒരുപാട് പദ്ധതികൾ ഇതിൽ നിർദ്ദേശിച്ചു. അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം അവിടെയാണ്. അതാണ് അവിടെ ഇതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരുടെ എല്ലാം ഉണ്ട്. ഇപ്പം JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. JC ഡാനിയൽ മലയാള പിതാവ് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരം JC ഡാനിയലിന്റെ പേരിലാണ്. ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അതിന്റെ കാലശേഷവും നമ്മുടെ കേരള സർക്കാർ അത് അംഗീകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്, സിനിമയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക. സിനിമയെ ഒരു വ്യവസായമായി അംഗീകരിക്കുക വളരെ പണ്ട് മുതലേ ഉള്ള ഒരു ആവശ്യമാണ് സിനിമാ രംഗത്തുണ്ടായിരുന്നവരുടെ. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ച് സൂക്ഷിക്കേണ്ടി വരും. അത് വേണ്ടി വരും. വ്യവസായമാക്കി കഴിഞ്ഞാൽ അവർ കണ്ടും കേട്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇരട്ടി പണിയിട്ടാൻ സാധ്യതയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ആളെ സിനിമാ രംഗത്തുള്ള മറ്റൊരു സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായി മാറും. അതാണ് അതുപോലെ MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്ക് തനത് കലാരൂപങ്ങളെയും കലാ സാംസ്കാരിക മേഖലയും സംരക്ഷിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ അഭിമാനമാണ്. ഏറ്റവും സംഗീതപ്രേമികൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന രണ്ട് പ്രഖ്യാപനമുണ്ട്. ഒന്ന്, സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശ്ശൂരിൽ പുതിയ മ്യൂസിക് അക്കാദമി. അതുപോലെ ഉമ്പായിയുടെ പേരിൽ കൊച്ചിയിൽ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം പോലും, അതെ, പക്ക ഇടതുപക്ഷക്കാരന് പോലും ഒരിക്കലും അത് കാണാതെ ഉമ്പായി എന്ന മഹാകലാകാരൻ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന കലാകാരനാണ്. അദ്ദേഹത്തിന് കൊച്ചിയിൽ ഒരു സ്മാരകം വരിക എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ കാര്യം തന്നെയാണ്. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാനും ഉണ്ട്. അതുണ്ട്. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നു.
മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ പട്ടത്ത് ആർ ശങ്കറിന് സ്മാരകം വരുന്നു. അതുപോലെ പ്രതിമയല്ലെന്നോ മൊത്തത്തിലുള്ള സ്മാരക മന്ദിരമാണ് വരുന്നത്. അതുപോലെ വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാനായിട്ട് സെമസ്റ്റർ ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പദ്ധതി വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവർക്കും മനസ്സിൽ വിങ്ങലും വേദനയുമായ ആളാണ് ഈ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ പേരിൽ റാഗിങ് തടയാൻ, വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും സിദ്ധാർത്ഥൻ സ്റ്റുഡൻറ് ഡിസ്ട്രസ് ആപ്പ് നിർമ്മിക്കും. അതിനൊപ്പം തന്നെ സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിങ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ആക്ട്, ഒരു പുതിയ നിയമം തന്നെ കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളെ മലീമസമാക്കിയ SFI എന്ന് പറയുന്ന CPMൻ്റെ പരാക്രമ സംഘം അവരാണ് ഈ പയ്യനെ വിചാരണ ചെയ്ത് കൊല്ലുകയായിരുന്നല്ലോ, ഈ സിദ്ധാർത്ഥനെ. പക്ഷേ മാത്രമല്ല, ആ കുട്ടിയുടെ പേരിൽ ആപ്പ് കൊണ്ടുവരുമ്പോഴും ശരിക്കും ആ സിദ്ധാർത്ഥൻ്റെ കേസിലെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരുക തന്നെ ചെയ്യണം. അത് വേണം, അതും ചെയ്യണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ഈ റാഗിങ് തടയുന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ആർട്ടിസ്റ്റ് നമ്പൂതിരി ട്രസ്റ്റിൻ്റെ സഹായത്തോടെ ഒരു കൾച്ചറൽ ആൻഡ് സെൻറ്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കും. പിന്നെ മറ്റൊന്നുള്ളത്, സലിം കുമാറിന് നടൻ സലിം കുമാറിന് എറണാകുളത്തെ സ്മാരകം വരുന്നു. ഗസൽ ഗായകനായിരുന്ന ഉമ്പായിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് അക്കാദമി വരുന്നു. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നു. ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ ബജറ്റിനെ ഏറ്റവും ആകാംക്ഷയോടെ കാത്ത് നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരാണ്. അവരുടെ DA അല്ലെങ്കിൽ DR എന്നിവ മുടക്കം കൂടാതെ കൊടുക്കും. അവർക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ട്. എത്ര കോടി രൂപ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് മെഡിസെപ്പ് പരിഷ്കരിക്കുക എന്നുള്ളതാണ്. മെഡിസെപ്പ് ഇത് സർക്കാർ ജീവനക്കാരെ ഏറ്റവും അധികം ബാധിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കഴിഞ്ഞ LDF സർക്കാർ ചെയ്തിട്ടില്ല. അന്നിവിടെ NGO യൂണിയൻ എന്ന് പറയുന്ന സംഘടന അനക്കമില്ലായിരുന്നു. ഉറക്കം എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ അവർ ഉണക്കം എണീറ്റിട്ടുണ്ട്. അപ്പോൾ ആ ഉറക്കം എണീറ്റവർക്ക് ആദ്യ ആഹ്ലാദ വാർത്ത വരുന്നുണ്ട്. DAയും DRും മുടങ്ങില്ല, മെഡിസെപ്പ് പരിഷ്കരിക്കും. അതുപോലെ അഷ്വേഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കും. അപ്പോൾ വളരെ സമഗ്രമായിട്ടുള്ള ബജറ്റുകളാണ് ഇത് കൂടാതെ വേറെയും പ്രഖ്യാപനങ്ങളുണ്ട്, വേറെയും പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം, വടക്കൻ മലബാറിൽ വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ അവിടെയാണല്ലോ. അതുപോലെ പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ അതിന് മുൻ ഭാരവാഹിയായ എനിക്കും നിലവിലെ ഭാരവാഹിയായ വിശാഖനുള്ള സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ KWG മുന്നോട്ട് ചില പദ്ധതികൾ സഹകരിച്ച് മുന്നോട്ട് പോകും. അതുപോലെ 2 പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് ഹരിപ്പാട്ടാണ്, മറ്റൊന്ന് തിരുവനന്തപുരത്താണ്. ഹരിപ്പാട്ടാകുമ്പം ഹൈവേയുടെ സൈഡിനായിട്ട് വരും. അതുപോലെ തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി കൊടുക്കാൻ പോകുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ആക്കും. അതുപോലെ ന്യൂജൻ പൂക്കി മുഖ്യമന്ത്രി, ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്നായിരിക്കും, ജൻസികൾക്കായിട്ട് സ്റ്റാർട്ടപ്പ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അവരുടെ കാലമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതിന് 50 കോടി രൂപയാണ് മാറ്റിവെച്ചത്. അതുപോലെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതിൻ്റെ തുടക്കത്തിനാണ് ഈ 10 കോടി രൂപ നീക്കി വെച്ചെങ്കിൽ എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്താണെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പുതിയ സർക്കാർ വന്ന് അതിൻ്റെ ആദ്യത്തെ ബജറ്റാണ്, അത് നമുക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. അതെ. അതുപോലെ കേരള നോളജ് വാലി പദ്ധതി, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നു. അതാണ് കേരള നോളജ് വാലി പദ്ധതി. പിന്നെ IIT മാതൃകയിൽ റിസർച്ച് പാർക്ക് നിർമ്മിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു തുറമുഖ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ് വളരെ പോസിറ്റീവ്. അതായത് കേരളത്തെ അടിമുടി മാറ്റുന്ന ബ്ലൂ എക്കോണമി എന്നുള്ളതാണ്. അതായത് സതീശനെതിരെ ഏറ്റവും ഉയർന്ന ആരോപണം എന്താണ്? അദാനിക്ക് കേരളം തീരെഴുതാൻ പോയി. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല പദ്ധതിയാണ്. കാരണം വരുമാനം ലോട്ടറിയും മദ്യത്തിൽ നിന്നും മാത്രമല്ലാതെ മറ്റു കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മൾ എല്ലാം കൊണ്ടും പ്രകൃതിയും ഒക്കെ കൊണ്ട് നമ്മൾ അനുഗ്രഹീതമായ സ്ഥലമാണ്.
അവിടെ എന്തുകൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ പാർട്ടികൾ തന്നെയാണ് അതിൻ്റെ കാരണം. ഇവിടെ വികസന പ്രവർത്തനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുകയും ഇവിടെ സ്ഥാപനം തുടങ്ങാൻ വരുന്നതിന് മുട്ടുകാരിലൊടിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ പിന്തുടർന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പോലുള്ള വികസിക്കുമ്പോൾ നമ്മളിപ്പോഴും പച്ചക്കറി പോലും അവിടെ നിന്ന് വാങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് മാറി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൃത്യമായി മുന്നോട്ട് പോയി ഒരു ടൈം കൂടെ കിട്ടുകയാണെങ്കിൽ കേരളത്തെ ഒരു വേറൊരു ലോകമാക്കി മാറ്റി. അതെ, എന്തായാലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ്. നമുക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഇത്. ഈ ബജറ്റ് നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കപ്പെടുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്.